ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ചാനൽ. അപ്പോൾ ഞങ്ങള് കഴിഞ്ഞ ദിവസം വ്ലോഗിൽ പറഞ്ഞിട്ടില്ലായിരുന്ന ഞങ്ങളുടെ ഉത്സവം കൊടിയേറി മക്കളെ. അപ്പോൾ ഞങ്ങൾ മുല്ലയ്ക്ക് ചെറുപ്പിൽ പോവാണ്. ഇപ്പൊക്കെന്ന് ഓഫീസിൽ നിന്ന് വന്ന് ഞങ്ങളെല്ലാരും റെഡി ആയിരിക്കുക. നിസ്കരിച്ചിട്ട് നേരെ പോവാ. അവിടെ ചെന്നെന്തായാലും അവിടുത്തെ ഇതൊന്നും നമുക്ക് ഇടാല്ല, പാട്ടും ബഹളം ഇതൊക്കെ ആയിരിക്കും. ഞങ്ങൾ ഓടിച്ചിട്ടതല്ല, ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കറങ്ങി ഇതെല്ലാം കാണിച്ചു തന്ന് ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ ഉത്സവം അതിനെ കൊടിയേറി അവിടെയുള്ള കുറെ ഇഷ്ടം. പിള്ളേരുടെ ഇന്നാണ് സ്കൂൾ അടച്ചത്. അപ്പൊ സ്കൂൾ അടച്ച് ഇന്ന് തന്നെ സെലിബ്രേഷൻ ആയിരുന്നു. ഇന്നലത്തെ കൊണ്ട് എക്സാം പെരുന്നാള്. അപ്പൊ ഇന്നലത്തോണ്ട് എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പൊ പിള്ളേരുടെ സ്കൂൾ അടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവർക്ക് ട്യൂഷൻ ഇതൊക്കെ ഉള്ള നടക്കത്തില്ല. അപ്പോൾ എല്ലാം സ്കൂളും അടച്ചു, എക്സാം കഴിഞ്ഞു, സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി ബാക്കി 10 ദിവസം ഞങ്ങളുടെ സെലിബ്രേഷൻ. പിള്ളേരുള്ള ചെറുപ്പ് ബീച്ച് ഫെസ്റ്റ്. അതെ, അപ്പൊ അങ്ങനെ കുറച്ച് ഇത് ചെറുപ്പ്, ഇത് ബീച്ച് ഫെസ്റ്റ്. അല്ല, ഇത് ചെറുപ്പം ബീച്ച് ഫെസ്റ്റ്. അപ്പോൾ ഇക്ക റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക് അങ്ങനെ നമ്മൾ നേരെ മുല്ലയ്ക്കലെത്തി. ഭയങ്കര തിരക്കായതുകൊണ്ട് വണ്ടിയൊക്കെ വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ നമ്മൾ നോക്കി ഒരു ചെറിയ സ്ഥലമൊക്കെ കിട്ടി അവിടെ വണ്ടി വെച്ച് നേരെ നടന്ന് ആദ്യം തന്നെ നമ്മൾ കയ്യാപ്പിക്ക് ഒരു പാദസരം വാങ്ങിച്ചു. അപ്പം അനിയക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കുറേ മുത്തുള്ള പാദസരം. അങ്ങനെ നമ്മൾ അതൊരെണ്ണം അവിടെ നിന്ന് വാങ്ങിച്ചു. അന്നേരം വലിയ അളവായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് മുറിച്ച് മുകളിലെ അളവിനാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പാദസരം ഫസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് അതിനുശേഷം അവരത് മുറിച്ച് അവർ തന്നെ നമുക്കത് കാലിട്ട് കൊടുത്തു. മുകളിലെ കാല് വേറെ പാസനം എടുപ്പോൾ അത് അവർ തന്നെ ഊരി എടുത്ത് തന്നിട്ട് അവർ ആ കറക്റ്റ് അളവിന് തന്നെ അവർ പാസനം ഇട്ട് തന്നു. അങ്ങനെ പാദസരത്തിൻ്റെ കൂടെ കുറേ മെറ്റൽ ടൈപ്പ് റിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അച്ചു കുറേ നാളായിട്ടൊരു റിങ് വേണമെന്ന് പറഞ്ഞ് നടന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് സെലിബ്രേഷന് സാധനം വാങ്ങാനൊക്കെ പോയപ്പോഴും നമ്മൾ തപ്പി നോക്കി, പക്ഷെ കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ ഇക്ക അവിടെ നിന്ന് ഒരു കളർഫുള്ളായിട്ടുള്ള റിങ് ഉണ്ട്, ഇങ്ങനെ ഫുള്ളിങ്ങനെ തിളക്കമൊക്കെ വരും, മഴവില്ലൊരു കളർ ടൈപ്പ്. അതെ. അങ്ങനെ ഒരു റിങ്ങും കൂടി വാങ്ങിച്ചിട്ട് നേരെ വെച്ച് നമ്മള് നടന്നു പോകുന്ന വഴിയിൽ ഇഷ്ടം പോലെ ടോയ്സ്, മറ്റേ ബലൂൺ കണക്കത്തെ, ബലൂണിനകത്ത് മറ്റേ ഓരോ കാർട്ടൂൺ കഥാപാത്രങ്ങളുള്ള അങ്ങനത്തെ കുറെ ടോയ്സ്, ആകർഷിക്കുന്ന സംഭവങ്ങളാണ് കൂടുതൽ. പിന്നെ നിലത്തൊക്കെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് ഇഷ്ടം പോലെ ഭയങ്കര ഓരോ ലൈറ്റ് കത്തിച്ച് മറ്റേ അച്ഛനും ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ മറ്റേ സ്പിന്നർ വേണമെന്ന് പറഞ്ഞ് അത് പിന്നെ വാങ്ങിച്ച്. പിന്നെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും പല ബാഗ്, ചെരുപ്പ്, അങ്ങനെ കുറേയേറെ സാധനങ്ങൾ തന്നെയുണ്ട്. ഈ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന മറ്റേ ഈ കാറ്, അങ്ങനെ പാവകള്, അങ്ങനെ കുറേ സാധനങ്ങൾ. നമുക്ക് ഏത് വാങ്ങിക്കണം കൺഫ്യൂഷൻ തന്നെ. നമുക്ക് പോകുന്ന വഴിയിൽ പിന്നെ ഈ കപ്പലിൻ്റെ ഐറ്റംസ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതെ, നമുക്ക് പിള്ളേരുടെ ടോയ്സ് ആണെങ്കിലും അങ്ങനെയുള്ള കുറേ സാധനങ്ങളും എന്ത് വേണം നമുക്ക് വാങ്ങിക്കാം. ഒരിക്കലും വരുന്ന ഒരു ആലപ്പുഴക്കാരുടെ ഒരു നമുക്ക് പോയാൽ അത് വെർത്താണ്. അതേ നമുക്ക് കമ്മല്, മാല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും പിള്ളേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും സകല സാധനങ്ങളുണ്ട് അവിടെ. ഇനിയിപ്പോ ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ തന്നെ ഇങ്ങേറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ഇത് കണ്ടു നടക്കാൻ കിട്ടുന്ന ഒരു സുഖം അത് വേറെ ഇല്ല. ശരിക്കും മുല്ലയ്ക്ക് അമ്പലത്തിലെ ചെറുപ്പ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. പണ്ട് ഈ കവാടത്തിൻ്റെ മുകളിൽ ഗോപുരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം തൊട്ട് അതില്ല. ഇവിടം തൊട്ട് അങ്ങേ അറ്റം വരെ നേരത്തെ കണ്ടെന്നല്ല, അതിൻ്റെ ഇരട്ടി കടകളാണ് ഉള്ളത്. അതിൻ്റെ വാതിക്ക് 2 ചേച്ചിമാർ വർഷങ്ങളായിട്ട് അവിടെ ഒരു പൂ വയ്ക്കുന്നവരാണ്.
ദാ ഇവിടുന്ന് കുറേ ടോയ്സും കുറേ സാധനങ്ങളും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അതേ കണക്കാണ് സാധനങ്ങളുള്ളത്. ചെറുപ്പെന്ന് പറയുന്ന തന്നെ ആലപ്പുഴക്കാരുടെ ഒരു വലിയൊരു ആഘോഷമാണ്. നമ്മൾ ഈ ഓണം ക്രിസ്മസ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഏകദേശം സെയിമാണ്. പിന്നെ ഡിസംബർ കൂടി ആയതുകൊണ്ട് ചെറുപ്പം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ബീച്ച് ഫെസ്റ്റ് തുടങ്ങും. അതങ്ങോട്ട് കഴിയുമ്പോൾ ന്യൂ ഇയറും കൂടിയാവും. അങ്ങനെ മൊത്തത്തിൽ ഡിസംബർ മാസം ആലപ്പുഴക്കാർ അടിച്ചു പൊളിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചെറുപ്പ്. കയ്യാപ്പി എവിടെ കണ്ടാലും വാങ്ങിക്കുന്ന സാധനം ഈ ഫോൺ. എവിടെ വെച്ച് കണ്ടാലും പറയും വേറെ എന്ത് വേണമെന്ന് ചോദിച്ചാലും പറയും എനിക്ക് വേണ്ട, എനിക്ക് ഒരു ഫോൺ മതി എന്ന് പറയും. അങ്ങനെ അവിടെ ഇരുന്നൊക്കെ ഫോൺ കണ്ട് അത് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ആദ്യമേ ഞങ്ങൾ അമ്മയ്ക്ക് നോക്കിയപ്പോൾ അത് ഒച്ചെന്നില്ല. പിന്നെ അവർ തന്നെ കാണിച്ചത് എങ്ങനെ. അപ്പോൾ എൻ്റെ ബാഗിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അത് ഊരിക്കളഞ്ഞാൽ ഒച്ചത്. പിന്നെ അത് റെഡിയാക്കി തന്ന് പിന്നെ അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതെ, കയ്യാപ്പി അതിന് പറയുന്ന ഐഫോൺ എന്നാ പറയുന്നത്. പക്ഷെ ഇത് ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫോണാണ്. കാര്യം നമ്മുടെ കുഞ്ഞിലേക്ക് നമ്മൾ ഇതാ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പള്ളിപ്പെരുന്നാളിലാണെങ്കിലും ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ വാങ്ങിച്ചിട്ടുള്ള സംഭവം. അന്നുള്ള അതേ പാട്ട് തന്നെ ഇന്നും ആ ഫോണിലുള്ളത്. ചെയ്യ 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 ചെയ്യ. ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം ആയതുകൊണ്ട് ഈ കുലുക്കി സർബത്ത്. ഇവർ തന്നെ ഓരോ പാട്ടിടുക, ആ പാട്ടിനനുസരിച്ച് ഇവർ ഡാൻസ് കളിച്ചതുണ്ട് കുലുക്കി സർബത്ത്. അതെല്ലാവരും നോക്കിയിരിക്കുന്നൊരു സംഭവം തന്നെയായിരുന്നു. പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ടായി ഗൈസ്. നമ്മൾ ചെന്ന ടൈമിൽ മാത്രം അവർ ഡാൻസ് കളിച്ചില്ല. അവൾ കുറേ നേരം വീഡിയോ എടുക്കാനായിട്ട് നോക്കി ഇന്ന്. പക്ഷെ എന്തോ അവർ അന്ന് മാത്രമേ ആ സമയത്ത് കളിച്ചത്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ പിന്നെ പാട്ടിട്ട് തുള്ളാണ്. പിന്നെ ഞങ്ങളവിടെ നിന്നില്ല, കാരണം വെച്ചാൽ നല്ല തിരക്കായിരുന്നു. നമുക്കവിടെ നിന്ന് അതിൻ്റെ അടുത്ത് നിന്ന് കാണാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴത്തേ ഓരോരുത്തർ വന്ന് മാറുന്നു പറഞ്ഞ് പിന്നെ ഞങ്ങളങ്ങ് നടന്നങ്ങ് പോയിച്ചു. ആ ഒരു സ്ഥലം മാത്രമല്ല കേട്ടോ, ഈ കുലുക്കി സർബത്തിൻ്റെ എവിടെയൊക്കെ ഷോപ്പുണ്ട് ആ എല്ലാവിടെ ഇതേണൊക്കെ ഡാൻസ് കളിച്ചാണ് എല്ലാവരും കുലുക്കി സർബത്ത് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. അതിപ്പോ ഇവിടെ മാത്രമായിരിക്കത്തില്ല, ഇപ്പൊ കുലുക്കിയുള്ള എല്ലാ സ്ഥലത്തും, ആലപ്പുഴ തന്നെ ആയിരിക്കില്ല, എല്ലാ സ്ഥലത്തും അതിപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ച് അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. നമുക്കത് നേരിട്ട് കാണാൻ പറ്റില്ല ഗൈസ്, നമ്മൾ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കമ്മലിൻ്റെയും മാലയുടെ വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമുക്ക് ചില സമയത്ത് ഓരോ കടകളിൽ ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ ഒരു ലൈറ്റ് കളർ, ഒരു ഡാർക്ക് കളർ ചിലപ്പോൾ കമ്മൽ കിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എൻ്റെ പൊന്നെ പറയാൻ പറ്റും, അത്രയും ശേഖരം തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് അതിൻ്റെ അങ്ങേ അറ്റത്ത് കുറേയേറെ റൈഡുകളുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടാണ് നേരെ കയറാൻ പോയത്. ഇതാണ് ഗൈസ് മെയിൻ ഐറ്റം. ഈ ചെറുപ്പിന് വരുന്ന എല്ലാവരും ആ അറ്റത്തുനിന്ന് നടക്കുന്നത് തന്നെ ഈ ഒരു സ്ഥലത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ റൈഡ് ഉണ്ട് എന്ന് വെച്ചാൽ ഇത് എല്ലാ വർഷവും അവിടെ ഉണ്ടാകുന്നത്. അവിടെ ഒരു ഏരിയ തന്നെ ഉണ്ട് ഈ റൈഡ് സെറ്റ് ചെയ്യാനായിട്ട്. ഈ പ്രാവശ്യം എന്തായാലും എല്ലാ റൈഡിലും കയറ്റാന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് അങ്ങേ അറ്റത്തുനിന്ന് നടന്നിട്ട് തന്നെ ഭയങ്കര ആകാംക്ഷയോടെ നടന്ന് അവിടം വരെ എത്തിയത്. അങ്ങനെ ചെന്ന ഉടനെ ഞങ്ങൾ കയറിയത് ഹനുമാൻ വെള്ളത്തിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാഴ്ച നിങ്ങൾ കണ്ടോളൂ.
ആ റൈഡിൽ കയറി അനിയെ പേടിച്ചൊരു നാശമായി ഗൈസ്. അത് ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇത്തിരിയൊക്കെ കാണാൻ പറ്റി കാണത്തുള്ളൂ അനിയുടെ എക്സ്പ്രഷൻ. ഇനി ഇതേ ഞങ്ങൾ അടുത്ത റൈഡിലോട്ട് കയറാൻ പോവുകയാണ്. ഇതാണ് ആകാശത്തൊട്ട്. ഇതും അനിയെ വിറച്ചാണ് ഞങ്ങളുടെ കൂടി വരുന്നത്. പക്ഷെ നിങ്ങൾ കണ്ടോളൂ ഇനി അടുത്ത് എന്താ നടക്കാൻ പോകുന്നത്. ഒരു കാര്യം അച്ഛനിക്ക് എന്നോട് കേട്ടിക്കാണേ 4 പേരുണ്ട്. ഒരു വല്ലാത്തൊരു ടൈപ്പ് നമ്മളെ ഏറ്റവും പൊക്കത്തായിരിക്കും പോയി നിൽക്കുന്നത്. ആൾക്കാരെ ഇറക്കുന്നുണ്ട്. അതിനകത്ത് ആള് കയറുന്നില്ല, എല്ലാരും പേടിച്ചിട്ട്. അത്യാവശ്യം നല്ല ഐറ്റന്മാര് പൊക്കുന്നുണ്ട്. അടുത്ത ആകാശത്തൊട്ടി. അത് ഹനുമാൻ വള്ളം. അത് ഹനുമാൻ വള്ളം. ഹനുമാൻ വള്ളത്തിൽ കയറി ഹനുമാനൊക്കെ ഉണ്ട്. ശ്രീലങ്കയിൽ പോയിട്ട് വന്നു. ആര്? നീ തന്നെ. ഉമ്മീനത്തോട്ട് അതിനകത്ത് എടുത്തത് ആ മഞ്ഞ പറക്കുന്നുണ്ട്. നാട്ടിലൊരു പുല്ലുന്നു വേണം. നീ അവളെ പിടിച്ചു കൊണ്ടോ. നമ്മുടെ വീട് കണ്ടാ കണ്ടില്ലേടോ. നമ്മുടെ വീട് കണ്ടാടോ. കണ്ടാ മേളിൽ വരുമ്പോ നോക്കണം കേട്ടാ. നമ്മുടെ വീട് കാണാം. ഉപയോഗിക്കാൻ കണ്ട എവിടേക്കാണ് അയ്യനേടാ. ആ കൊണ്ട് കേട്ടോ ഉപയോഗിക്കാനെ വിളിച്ചാ ആപ്പിയുണ്ട്. പാപ്പിച്ചിക്കുണ്ണാണ്ട് ഉമ്മച്ചിപ്പ പാപ്പിമോളാണ്. ഉമ്മച്ചി തത്തയാണ്. അച്ചുകുട്ടനാണ്ട് ഉമ്മിയാണ്. പൊന്നാണ് കച്ചൊടുപ്പൊന്നാണ്ട് പിപ്പിപ്പി പാപ്പി പം 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 അത്
കണ്ണാടി വാപ്പിലൊക്കെ അയ്യോ അപ്പൊക്കെ ചേച്ചിയേ ഫോണ് കണ്ട് പെട്ടെന്ന് തീർന്നില്ല. കൊള്ളാം അല്ലേ? ഈ സ്റ്റേജിൽ വന്നുകൊണ്ടുള്ള ബെല്ലടിക്കുവാൻ സമയമാകുന്നു. ഈ ഷോ ആരംഭിക്കാൻ സമയമാവുകയാണ്. അതിന്റെ വെച്ച് മറ്റേ ബാഗ് ഇട്ടത് മുന്നേ പറയണ്ട ചെടിച്ചട്ടികൾ തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഈ സ്റ്റോറിലുണ്ട്. കടന്നു വരൂ സുഹൃത്തെ. അങ്ങനെ പിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളൊരു കടയിൽ കയറി. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അത് ചോദിച്ചു ഇങ്ങനെ വ്ളോഗറാണെന്ന് ചോദിച്ചു യൂട്യൂബിൽ. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ആന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ തന്നെ വ്ളോഗറാണ്, ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ അതിൻ്റെ ആദ്യത്തെ സംരംഭമാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ കുറച്ച് നേരം അതുമായിട്ട് സംസാരിക്കുകയെല്ലാം ചെയ്ത് ഞങ്ങളോട്ട് ഒന്നിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീം ഞങ്ങൾ ഓരോരുത്തരും ഓരോരോ ഫ്ലേവർ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. പിന്നെ തിരിച്ചു പോരുന്ന വഴി എൻ്റെ കൂട്ടുകാരെ കണ്ട് കുഞ്ഞിലെ തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. പിന്നെ അവരെ കണ്ട് അവരുമായിട്ട് സംസാരിച്ച് ഒരു 2-3 സെക്കൻഡ് അവിടെ നിന്ന് കുഞ്ഞുണ്ടായിരുന്നു, കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് നടന്നു. മുല്ലയ്ക്കയില തിരക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കറക്കും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നേരെ പോയത് കിടങ്ങാമ്പറമ്പത്തോട്ടാണ്. അവിടെ ഇത് കണക്ക് തന്നെ ചെറുപ്പ് കണക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്താറായപ്പോൾ തന്നെ 9:45 എല്ലാം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ആളുകൾ കുറഞ്ഞു വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരിക്കാം നമുക്കൊന്ന് പോകാൻ വേണ്ട, ഏതായാലും ഇവിടം വരെ വന്നില്ല, നമുക്ക് അവിടെ കൂടെ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങോട്ട് പോകുന്ന വഴി ചെറിയ ചെറിയ കച്ചവടക്കാരുള്ള ഒരു സൈഡിൽ വലിയ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോന്ന് നോക്കി 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 ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. 9:45 കഴിഞ്ഞാലും വലിയ തിരക്കൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് മറ്റേ പൊട്ടാറ്റോ റോൾ ചെയ്ത് മറ്റേ പൊരിക്കുന്നത് ടൈപ്പ് ഉണ്ടല്ലോ, അത് വേണോ പിള്ളേർക്ക് വേണമെന്നുണ്ട്, അത് മേടിക്കാണ്ട് ഇവിടെ കയറി. അത് കുറച്ച് സമയം പിടിച്ച് അത് പൊരിച്ചൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്രയും സമയം പിടിച്ച. പിന്നെ അതെല്ലാം മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ച് ഞങ്ങൾ നടന്നത് നല്ലൊരു ശരിക്കും അങ്ങ് ക്ഷീണിച്ചത്. ഒരു കുറച്ചധികം നേരം തന്നെ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. കാരണം വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു കടയിൽ. നിന്ന് കാല് കഴിച്ച് അവസാനം കയ്യാപ്പി തോളിൽ കയറി നിന്നിട്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ ഇത് അവസാനം നമ്മുടെ സാധനം കയ്യിൽ കിട്ടി. ഞങ്ങൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ സാധനം. 2 വാങ്ങിച്ചോളൂ.
ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞിട്ട് പിള്ളേർക്ക് പിച്ചി കൊടുക്ക്, ഞങ്ങളും കൂടെ കഴിക്കുന്നു പറഞ്ഞു. ഇത് നോക്കിട്ടോ ഗാനമേള ഉള്ള ദിവസം. പിന്നെ അവിടെ നിന്ന് നേരെ കിടങ്ങാമ്പുറം പബ്ബിലേക്ക് പോയി. അവിടെ വലിയൊരു നോട്ടീസ് ഇരിക്കുന്നുണ്ട്, അത് ഭയങ്കര നൊസ്റ്റാൾജിയ. പണ്ട് അവിടെ ഇങ്ങനെ പരിപാടിയുടെ എല്ലാം അതിനകത്ത് ഉണ്ടാവുമല്ലോ. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഗാനമേള ഉള്ള ദിവസമാണ് മെയിനായിട്ട് പോകുന്നത്. ഞാൻ കോളേജിൽ പോകുന്ന ടൈമിൽ ഇങ്ങനെ നോക്കി വെക്കും എന്താണ് ഗാനമേള ഉള്ളത്. അത് ചെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് ചേട്ടനും ചേച്ചിയൊക്കെ ആയിട്ട് ആ ഒരു ദിവസമായിരിക്കും ഞങ്ങൾ ചെറുപ്പിന് പോകുന്നതും ഗാനമേളയൊക്കെ കണ്ട് പച്ചപ്പാതിരൊക്കെ തിരിച്ച് വീട്ടിൽ വരുന്നത്. പിന്നെ നമ്മൾ ചെന്ന ടൈമിൽ അധികം ഇത്രയും താമസിച്ചുകൊണ്ട് അവിടെ തിരക്കൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുമായിരുന്നു. പിന്നെ അങ്ങേറ്റം വരെ കുറച്ച് നടന്ന് തിരിച്ച് വന്ന് പിള്ളേർക്ക് ചെറിയ പേനയും പെൻസിൽ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. നമുക്ക് പരിപാടിയെല്ലാം കഴിയുമ്പോഴല്ലേ കറക്കങ്ങളെല്ലാം കഴിഞ്ഞു. നടത്തുന്ന 2 റൈഡിലും കയറി. ബാക്കി നമുക്ക് ബീച്ച് ഫെസ്റ്റിവൽ അവിടെ ഉണ്ട്, അവിടെയും പോയി കയറണം. കൊറേ നടക്കാണ്ട് നടന്ന്. ഞങ്ങള് ചിലതൊക്കെ വോയിസ് കട്ട് ചെയ്തിട്ടും ഇല്ലാത്ത റൈഡിലൊക്കെ കയറിയൊക്കെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം നമ്മൾ അവിടെ വെച്ച് പറഞ്ഞ ഒന്നും കേൾക്കത്തില്ല. അല്ല കവർ ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നടന്ന് കുഴഞ്ഞ് നമുക്ക് അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ. ഇപ്പൊ തിരിച്ചിപ്പോ ഇങ്ങോട്ട് ഒരു 10:30 മണിയാണോ, ഞങ്ങളൊരു 7 മണിയെല്ലാം കഴിഞ്ഞപ്പം പോയതാ. ഇപ്പൊ 10:30 ഇത്രയും നടക്കാനുണ്ട്. കുറച്ച് എല്ലാ ദിവസവും അത്രയും തിരക്കായത് നമുക്ക് എല്ലാ സാധനങ്ങളും പിള്ളേർക്ക് വേണ്ടി കളിപ്പാട്ടുകൾ, പേന, അങ്ങനെയുള്ള കുറെ സാധനങ്ങളെല്ലാം വാങ്ങി. പിന്നെ നടന്ന് ക്ഷീണിച്ച് നേരത്തെ കോളേജ് നടന്ന് ശരിക്കും നമുക്ക് ജോഗിങ്ങിന് പോകുന്നത് ഈ ഫീൽ ശരിക്കും വെള്ളമൊക്കെ വിങ്ങുന്നു. അപ്പൊ ഇത്ര ഗൈസ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.